ിലേക്ക് അദ്ദേഹം അധ്യാപകനാണ്. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ശ്രീ ശശിധരൻ, താങ്കൾ ഈ AI-യിൽ നല്ല പഠനം നടത്തിയിട്ടുണ്ട്. താങ്കളുടെ ലേഖനം ഞാൻ വായിക്കുകയും ചെയ്തു. ഇപ്പോൾ CPIM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നതിൽ AI വികസനം ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ നിയന്ത്രിക്കണമെന്നുള്ളതാണ്. മുൻപാണെങ്കിൽ സാങ്കേതിക മേഖലയിലെ വികസനത്തെ ഒറ്റയടിക്ക് അത് തൊഴിലാളി വിരുദ്ധം എന്ന രൂപത്തിൽ തള്ളിക്കളയുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പിന്നീട് വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ CPM അങ്ങനെ ഒറ്റയടിക്ക് തള്ളിക്കളയുന്നില്ല. അതാണ് പാർട്ടി രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്, ഉള്ള രാഷ്ട്രീയ പ്രമേയത്തിലെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ MV ഗോവിന്ദന്റെ പ്രതികരണം ആ രൂപത്തിൽ ആണോ, അങ്ങനെയാണോ താങ്കൾക്ക് മനസ്സിലായത്? സത്യത്തിൽ ഗോവിന്ദ മാഷുടെ നിരീക്ഷണങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. ഞാൻ പലരോടും ചോദിച്ചു അത് ഏത് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. വാസ്തവത്തിൽ ഇപ്പോൾ ജയേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഏതാണ് അബ്സ്ട്രാക്റ്റ് ഏതാണ് കോൺക്രീറ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഒരു AI ബൂം ഇപ്പം ഉണ്ടായി വന്നിട്ടുണ്ട്. 1950 മുതൽ തുടങ്ങിയതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പറ്റിയിട്ടുള്ളൊരു ഗവേഷണവും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ChatGPT രംഗത്ത് വന്നതോടുകൂടി ആളുകൾക്ക് ഇയാൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്, യന്ത്രന്മാർ നാളെ നമ്മളെ കയ്യേറിക്കളയും എന്നുള്ളൊരു തോന്നലുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിനകത്തേക്ക് ഒരു ടെർബുലൻസ് ഉണ്ടാക്കാൻ AIക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിയുമ്പോൾ തന്നെ AI ഉണ്ടാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, കമ്പ്യൂട്ടിംഗ് പവർ വേണം, കമ്പ്യൂട്ട് ചെയ്യാൻ ആവശ്യമായ പവർ വേണം. രണ്ടാമത് ഡോളറിൻ്റെ കൂമ്പാരം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ AI ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ തെളിയിച്ച സാധനം വെച്ച് ഈ മൈക്രോസോഫ്റ്റ് ആയാലും ഗൂഗിൾ ആയാലും ഡീപ് സീക്കിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അവരുടെ പ്രോഡക്റ്റുകളിലേക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ മൊത്തത്തിലൊരു മാറ്റം വന്നു. ഇവിടെ എന്നെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയകാല അധ്യാപകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ അധ്വാനം ചെലുത്താനുള്ള ഉൽപ്പാദനോപാധി, അധ്വാനത്തിൻ്റെ മൂല്യം, മിച്ചമൂല്യം, ഇത് പണ്ട് പറഞ്ഞു പഠിച്ചതാണ് കുറേ കാര്യങ്ങൾ. ഇതെന്താണ് ഈ അധ്വാനം, എന്താണ് ഈ ഉൽപ്പാദനോപാധിയുടെ അധീശത്വം ആർക്കാണ്? ഇപ്പോൾ ഇവിടെ എന്താണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്? വാസ്തവത്തിൽ ChatGPT എന്ന് പറയുന്നൊരു സംഗതിയാണ്, അല്ലെങ്കിൽ ഡീപ് സീക്ക് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ്. ഇവിടെ ഉൽപ്പാദനോപാധി എന്താണ്? ക്യാപിറ്റലിസ്റ്റുകൾ പറയുന്നത് ഉൽപ്പാദനോപാധി എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് പവറാണ്. അതായത് ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റുകളാണ്. ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ മൊണോപ്പൊളിയാണ്. ഈ മൊണോപ്പൊളി ഇവിടുന്ന് മാറാൻ പാടില്ല, അതിന് കോമ്പറ്റീഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ചൈനയിലേക്ക് ഈ പ്രോസസ്സറുകൾ കയറ്റി അയക്കരുത് എന്ന് അവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചൈനയിലേക്ക് ഈ പ്രോഡക്റ്റ് കയറ്റി അയക്കുന്നില്ല. അപ്പോൾ ചൈനയുടെ കയ്യിൽ കമ്പ്യൂട്ടേഷൻ പവറില്ല. പിന്നെ അവരെന്ത് ചെയ്തു? പിന്നുള്ളത് അധ്വാനമാണ്. അധ്വാനം എന്ന് പറയുന്നത് പണ്ട് ഒരു ഉൽപ്പാദനോപാധി എന്ന് പറയുന്നത് ഒരു തയ്യൽ കടയായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ അധ്വാനം ചെലുത്തുന്നത് അവിടെ ചവിട്ടുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉൽപ്പാദനോപാധി എന്താണ്? ഉൽപ്പാദനോപാധി എന്ന് പറയുന്നത് ഈ പ്രോസസ്സിംഗ് പവറാണ്. രണ്ടാമത് അധ്വാനമാണ്. അധ്വാനം എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പവർ കൂടിയാണ്. അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ പവർ ചെലുത്തുന്നത് ആരാണ്? അത് ഈ തൊഴിലാളിയാണ്. അതായത് ഉൽപ്പാദനോപാധി കയ്യിലുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും അതിനകത്തേക്ക് ഒരു ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നടത്തണമെന്നും ആ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ മാർക്സിയൻ ഐഡിയോളജി വെച്ച് ഇതിനെ അധ്വാനം എന്ന കാറ്റഗറിയിൽ പെടുത്തണോ എന്നൊരു ചോദ്യം വരും. അങ്ങനെ ചോദിക്കുമ്പോഴാണ്, അല്ല ഇവിടെ ആരാ തൊഴിലാളി? ഡീപ് സീക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പ്രോസസ്സിംഗ് പവർ എന്ന് പറയുന്നത് പണ്ടെന്നോ ബാക്കി കിടന്നിരുന്ന കുറച്ച് പഴയ പ്രോസസ്സറുകളാണ്. NVIDIA പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന പഴയ ഓൾഡ് ജനറേഷൻ പ്രോസസ്സറുകളാണ്. അവർ ഹൈഫ്ലെയർ എന്ന് പറയുന്ന ഒരു സാധാ കമ്പനി, അവർ ഒരു ഹെഡ്ജ് കമ്പനി മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രോസസ്സിംഗ് പവറിൻ്റെ ആവശ്യം അവർക്കില്ല. അവരുടെ
ചൈനയിൽ നിന്നുള്ളതല്ല പ്രോസസ്സറുകൾ അമേരിക്കയിൽ നിന്നുള്ളത് തന്നെയാണ്. NVIDIAയുടെ പ്രോസസ്സറുകൾ തന്നെയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ആ മിച്ചം വന്ന ഉൽപ്പാദനോപാധി അവിടെ വൃഥ കിടക്കുകയാണ്. ആ ഉൽപ്പാദനോപാധി അവരെന്ത് ചെയ്തു? അവരൊരു സൈഡ് കിക്ക് കൊടുത്തു, അവരൊരു സൈഡ് ബിസിനസ് ആരംഭിച്ചു. അങ്ങനെയാണ് ഡീപ്സീക്ക് എന്ന് പറയുന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനി വരുന്നത്. അപ്പോൾ അത്ര വലിയ ഡോളർ കൂമ്പാരം ഇല്ലാതെ തന്നെ ഉള്ള പ്രോഡക്റ്റ്, ഉള്ള ഉൽപ്പാദനോപാധി വെച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻ്റലക്ച്വലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഈ ഡോളർ കൂമ്പാരത്തേക്കാൾ ഒരു പടി ഉയർന്നു നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നവർ കണ്ടെത്തി. അതാണ് NVIDIAയുടെ സ്റ്റോക്ക് മാർക്കറ്റ്, NVIDIAയുടെ മൂല്യം താഴേക്ക് കൂപ്പുകുത്താനുണ്ടായ കാരണം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? വാസ്തവത്തിൽ ഗോവിന്ദമാഷ് പറയുന്നത് കോമ്പറ്റീഷൻ ഇല്ലാതാവും, മുതലാളിത്തം ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു, ആദ്യം പറഞ്ഞ കാര്യമാണ് പറയുന്നത്, ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടിരിക്കും. അവസാനം തൊഴിലാളി കുത്തുവാള എടുക്കും, വാങ്ങാൻ ആളില്ലാതാവും. വാങ്ങാൻ ആളില്ലാതായി കഴിഞ്ഞാൽ മുതലാളി എന്ത് ചെയ്യും? മുതലാളി മേലോട്ട് നോക്കിയിരിക്കും. അപ്പോൾ തൊഴിലാളിക്ക് പിന്നെ ജീവിക്കണ്ടേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രക്ഷോഭങ്ങൾ ആവശ്യമായി വരും. പ്രക്ഷോഭമോ അല്ലെങ്കിൽ സമരങ്ങളോ ആവശ്യമായി വരും. അങ്ങനെ ഒരു ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സോഷ്യലിസത്തിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്, കൊറ്റിയെ പിടിക്കാൻ തലയിൽ വെണ്ണ വയ്ക്കുന്നത് പോലെ നമുക്ക് സോഷ്യലിസത്തിലേക്ക് ഒരു വഴി വെട്ടി തുറക്കാൻ പറ്റും. ഇങ്ങനെ അല്ലാതെയും സോഷ്യലിസത്തിലേക്ക് ഒരു വഴി വെട്ടി തുറക്കാൻ പറ്റും എന്നാണ് ഈ ഒരു കൊച്ചു. നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കുറച്ച് സമയം എടുക്കും, പക്ഷെ അത് വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു പക്ഷേ 2-3 വർഷത്തിനകം തന്നെ ഈ ഒരു അമേരിക്കൻ കുത്തകയ്ക്ക് പറഞ്ഞോളൂ കേൾക്കുന്നില്ല 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ 2-3 വർഷത്തിനകം തന്നെ ഈ ക്യാപിറ്റലിസ്റ്റ് റേസിന് ഒരു അന്ത്യം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഗോവിന്ദമാഷ് പറഞ്ഞ രീതിയിലല്ലെങ്കിൽ പോലും ഗോവിന്ദമാഷ് പറഞ്ഞ ആത്യന്തിക ഫലത്തിലേക്ക് ഒരു പക്ഷേ എത്തിച്ചേരാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ AI വാർ എന്ന് പറയുന്നൊരു സംഗതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എവിടെയാണ് ഇതിനകത്ത് കോമ്പറ്റീഷൻ വേണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചത്? അമേരിക്കയുടെ സിലിക്കൺ വാലി ഭീമന്മാരുമായിട്ട് ആർക്കും കോമ്പറ്റീഷൻ പാടില്ല. അതായത് എലോൺ മസ്കിന് കോമ്പറ്റീഷൻ ഉണ്ടാവരുത്, NVIDIAക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവരുത്, മൈക്രോസോഫ്റ്റിന് കോമ്പറ്റീഷൻ ഉണ്ടാവരുത്. ആ കോമ്പറ്റീഷനൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് തരാം എന്ന് ട്രംപ് തീരുമാനിക്കുകയും പറയുകയും ചെയ്യുന്നു. പക്ഷേ ചൈനയിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. 29-ാം തീയതിയാണ് ചൈനയിൽ അവരുടെ കോമേഴ്സ് ഭീമനായിട്ടുള്ള ആലിബാബ അവരുടെ AI പ്രോഡക്റ്റ് പുറത്തിറക്കുന്നത്. 12 കമ്പനികൾ ഇന്ന് ചൈനയിൽ പരസ്പരം കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സോഷ്യലിസ്റ്റ് സംവിധാനത്തിനകത്ത് ഈ 12 കമ്പനികൾക്കും പരസ്പരം കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം, മത്സര അന്തരീക്ഷം ആഭ്യന്തരമായി സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. ആ ആഭ്യന്തരമായ കോമ്പറ്റീഷൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് പുതിയ പ്രോഡക്റ്റുകൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.